അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് ദർസ് 26 ഭാഗം. ബാബുൽ അമലി വൽ ഹിർസി എന്ന അധ്യായം. ഹദീസ് നമ്പർ 7. وعن ابن عمر رضي الله عنهما قال أخذ رسول الله صلى الله عليه وسلم ببعض الجسد فقال كن في الدنيا كأنك غريب أو عابر السبيل وعد نفسك من أهل القبور. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് മിഷ്കാത്തിന്റെ ദർസിന്റെ 26 ഭാഗത്തിൽ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. 7 നമ്പർ ഹദീസാണ് ഈ ബാബിൽ, ബാബുൽ അമലി വൽ ഹിർസി എന്ന ബാബിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബഅദി ജസദി, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തൊട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് വേറെ ഹദീസിൽ ചുമലിൽ എന്ന് വന്നിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുൻ ഫി ദുനിയാ, ദുനിയാവിൽ നീ ജീവിക്കുക, കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെ. ഒരു വിദേശിയായ ഒരാൾ, ഒരു മറ്റൊരു നാട്ടുകാരനായ ഒരാൾ ഇവിടെ വന്നാൽ ഏത് സമയത്തും അവനക്ക് നാട്ടിലേക്ക് പോവണം എന്ന ചിന്തയുണ്ടാകും. അതുപോലെ എന്റെ യഥാർത്ഥ ജീവിതമായ സ്ഥലം ആഖിറമാണ്, അവിടേക്ക് പോവണം എന്ന ചിന്തയോടുകൂടെ വിദേശിയെ പോലെ ഇവിടെ ജീവിക്കുക. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാവുക നീ ദുനിയാവിൽ. യാത്രക്കാരൻ അവൻ എപ്പോഴും അവന്റെ ആവശ്യം കഴിഞ്ഞാൽ നാട്ടിലേക്ക് മടങ്ങണം എന്ന ചിന്തയുണ്ടാകും. വഅദ നഫ്സക, നിന്റെ ശരീരത്തിനെ നീ എണ്ണുക, മിൻ അഹ്ലിൽ ഖുബൂർ, ഖബറാളികളായ ശ്മശാനത്തിൽ മറമാടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നീ എണ്ണുക എന്ന് പറഞ്ഞാൽ അവരെ പോലെ എന്നെയും മറ്റൊരു സമയത്ത് ഖബറടക്കം ചെയ്യും എന്ന ഓർമ്മ മനസ്സിൽ വെക്കുക എന്നാണ്. അൽ ഫസ്ലു സാനി, ഈ ബാബിലെ 2ാമത്തെ ഫസ്ല്, 8ാമത്തെ ഹദീസ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, മർറ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അരികിലൂടെ നടന്നുപോയി. വഅന വഉമ്മി നുതയ്യിനു ശൈഅൻ മിനൽ ബൈത്തി, ഞാനും എന്റെ ഉമ്മയും ചേർന്നുകൊണ്ട് വീടിന്റെ ഒരു ഭാഗത്ത് മണ്ണ് തേക്കുകയായി. ആ കാലഘട്ടത്തിൽ പൈന്റും മറ്റൊന്നും ലഭിക്കാത്ത ഒരു സമയം. അന്ന് മാത്രമല്ല, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, നമ്മൾ മണ്ണ്, നല്ല ചുവന്ന മണ്ണ് കലക്കിയിട്ട് ചുമരുമ്പൽ തേച്ചിരുന്നു. ഇങ്ങനെ മണ്ണ് കൊണ്ട് വീടിന്റെ ഒരു ഭാഗം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഉമ്മയും. ഞാനല്ല, ഇബ്നു ഉമർ റളിയല്ലാഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അപ്പൊ അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് ഇതെന്താ പരിപാടി? ഖുൽതു, ഞാൻ പറഞ്ഞു,
ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരു ഭാഗം നന്നാക്കണത് കേടുവന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു, കാര്യം എന്നാൽ ഖിയാമത്ത് നാള് നമ്മുടെ ആഖിറത്തിലേക്ക് പോവേണ്ട ആഖിറം അസ്റഉ മിൻ ദാലിക, ഈ കേടുവന്നുകൊണ്ടിരിക്കുന്ന വീടിനേക്കാൾ ധൃതിയിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെയും മുമ്പ് ഇതിനേക്കാൾ നാം സ്ഥാനം നൽകേണ്ടത് നമ്മുടെ അമല് നന്നാക്കുന്നതിന് വേണ്ടിയാണ് ആഖിറം എന്ന വീട്ടിലേക്കുള്ള എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അഹ്മദ് അഹ്മദ് എന്നവർ തുർമുദി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ഹസനാണ് ഹദീസ്, ഈ ഹദീസ് എന്ന് തുർമുദി ഇമാം പറയുകയും ചെയ്തിട്ടുണ്ട്. 9ാമത്തെ ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. സമയം ചുരുക്കുന്നതിന് വേണ്ടി ഹദീസ് ആദ്യമായി വായിക്കണം എന്നാണ് നിയമം, പക്ഷെ ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ആയിരുന്നു യുഹ്രികുൽ മാ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്നവരായി, എന്നിട്ട് മണ്ണ് കൊണ്ട് തയമ്മം ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറയും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മാഅ മിൻക ഖരീബ്, ഇവിടെ വെള്ളത്തിന്റെ അടുത്തേക്ക് വളരെ കുറച്ച് മാത്രം പോയാൽ മതിയല്ലോ. യഖൂലു, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മാ യുദ്രീനി, എനിക്കറിയുകയില്ല, ലഅലി ലാ അബ്ലൂഹു, ആ സ്ഥലത്തേക്ക് ഞാൻ എത്തും എന്ന് എനിക്കറിയുകയില്ല. അതിന്റെ മുമ്പ് തന്നെ മരണപ്പെടുകയാണെങ്കിൽ ശുദ്ധിയില്ലാതെ ഉളവില്ലാത്ത മരണമായിരിക്കും എന്നതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തയമ്മം ചെയ്തിരുന്നു എന്ന് എന്ന കിതാബിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ജൗസി എന്നവരുടെ കിതാബുൽ വഫാഇലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് നമ്പർ 10. വഅൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറഞ്ഞു, ആദാ ഇബ്നു ആദം, ഇത് മനുഷ്യനാണ്, വആദാ അജലുഹു, ഇത് അവന്റെ അവധിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെരടിന്റെ ഭാഗത്ത് ഒരു കൈ വെച്ചു. പിന്നീട് ആ കയ്യിനെ, പെരടിന്റെ ഭാഗത്തു നിന്നുള്ള കയ്യിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ വളരെയധികം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവിടെയാണ് അവന്റെ ആഗ്രഹങ്ങൾ. എന്നാൽ ഈ കൈ ചങ്കിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവന്റെ മരണം എത്തുകയാണ്, ആഗ്രഹങ്ങൾ സാധിക്കാതെ പോവുകയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. തുർമുദി, മാനപ്പെട്ട ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 11ാമത്തെ ഹദീസ്, വഅൻ നബി സഈദുൽ ഖുദരി, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വറസ ഊദൻ, ഒരു വടിയെ കുത്തിവെച്ചു, ബൈന യദൈ, മുന്നിൽ, നല്ല മരുഭൂമിയാണല്ലോ, അപ്പൊ വടി കുത്തിവെക്കാൻ സുഖമാണ്. വേറെ ഒരു വടി ഇലാ ജംബി, അതിന്റെ അപ്പുറത്തും വെച്ചു. അതിനേക്കാൾ ദൂരെയുള്ള സ്ഥലത്തും മറ്റൊരു വടിയെയും കുത്തിവെച്ചു. എന്നിട്ട് തങ്ങൾ ചോദിച്ചപ്പോ 3 വടികളുണ്ട്. ഒരു വടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് അതിന്റെ കുറച്ച് പുറത്ത്, ഒന്ന് അതിന്റെ കുറച്ച് കുറെ കൂടി അപ്പുറം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചു, ആ തദ്റൂന മഹദ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ പ്രവാചകർക്കുമാണ് അറിയുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് ഇൻസാൻ, ഈ വടി.
വാദ ഈ രണ്ടാമത്തെ വടി അവന്റെ അജലാണ്, അവന്റെ അവധി, അവന്റെ മരണത്തിന്റെ ടൈം. റാവി പറയുകയാണ്, ഉറാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ മനസ്സിലാക്കുന്നു, വിചാരിക്കുന്നു. വഹാദൽ അമലു, ഈ മൂന്നാമത്തെ വടി അവന്റെ ആഗ്രഹമാണ്. ഫലഹിഖഹു, അങ്ങനെ ഈ അജല് എന്നതായ സാധനം, അവന്റെ മരണം അവനിലേക്ക് ചേരും. ദൂനൽ അമലി, ഈ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ്. റവാഹു ഫീ ശറഹി സുന്ന, ശറഹു സുന്ന എന്ന കിതാബിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12ാമത്തെ ഹദീസ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉംറു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ വയസ്സ്, അവരുടെ ജീവിതകാലം 60 സന, 60 വയസ്സ് മുതൽ ഇലാ 70, 70 വരെയാകുന്നു അവരുടെ ആയുസ്. റവാഹു തുർമുദി വഖാല ഹദാ ഹദീസുൻ ഗരീബുൻ, ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13ാമത്തെ ഹദീസ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അവർ പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70, എന്റെ സമുദായത്തിന്റെ പ്രായം, അവർ ജീവിക്കുന്ന കാലം, അവരുടെ വയസ്സ്, മാ ബൈന 60, 70 മുതൽ 60 മുതൽ ഇലാ 70, 70 വരെയാണ് അതിന്റെ ഇടയിലുള്ള കാലം. വഅകല്ലുഹും, അവരിൽ നിന്ന് ഏറ്റവും കുറഞ്ഞവര് മാത്രമാണ് മൻ യജുസു ദാലിക, ഇതിനെ വിട്ടുകിടക്കുന്നവര് വളരെ കുറവാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അതിലധികം കാലം ജീവിച്ചിട്ടുള്ളത്. മാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഖിദ്മത്തുമായി കൂടിയിരുന്ന അനസ് റളിയല്ലാഹു അൻഹു 103 വയസ്സായപ്പോഴാണ് വഫാത്തായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബീവി 100 വയസ്സിലാണ് വഫാത്തായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മദ്ഹ് പറഞ്ഞിരുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പർ സ്റ്റേജ് വെച്ച് കൊടുത്ത് അതിന്റെ മുകളിൽ കയറിയിട്ട് ബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പുകഴ്ത്തി പാട്ടുപാടിയിരുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് 120 വയസ്സ് വരെയാണ് ജീവിച്ചത്. ഇങ്ങനെ വളരെ കുറഞ്ഞ ആളുകളാണ് 70ന്റെയും 60ന്റെയും 70ന്റെയും ഇടയിലുള്ള വയസ്സിലല്ലാതെ കൂടുതൽ ജീവിച്ചവർ വളരെ കുറവാണ്. റവാഹു തുർമുദി ഇബ്നു മാജ, ഈ ഹദീസ് തുർമുദി, ഇബ്നു മാജ എന്നിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ ഫസ്ലു സാലിസ്, 3ാമത്തെ ഫസ്ൽ. 1-2 ഹദീസോടുകൂടെ ഈ ബാബ് അവസാനിക്കുക. 14ാമത്തെ ഹദീസ്, അംർ ഇബ്നു ശുഐബ് എന്നവര് അവരുടെ പിതാവിൽ നിന്നും പിതാമഹനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു, അവ്വലു സ്വലാഹി ഹാദിഹിൽ ഉമ്മത്തി, ഈ സമുദായത്തിന്റെ നന്മയുടെ ആദ്യം, ഈ സമുദായം ആദ്യമായി നന്നാകുന്നതിനുള്ള കാര്യം, അൽ യഖീൻ, ആഖിറത്തിന്റെ കാര്യത്തിലുള്ള നല്ല ഉറപ്പുണ്ടാവലാണ് ഈ സമുദായം നന്നാവാനുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ സുഹ്ദു, ദുന്യാവിന്റെ കാര്യത്തിൽ പ്രപഞ്ച ത്യാഗമുണ്ടാവലാണ്, ദുന്യാവിനെ ത്യജിക്കല, ആ ദുന്യാവിനോടുള്ള അത്യാഗ്രഹം ഒഴിവാവലുമാണ്. വഅവ്വലു ഫസാദിഹ, ഈ സമുദായത്തിന്റെ ഫസാദിൽ നിന്നുള്ള ഒന്നാമത്തെ കാര്യം, അതിന്റെ തുടക്കം, അൽ ബുഖ്ലു, പിഷ്കത്തരമാണ്, വൽ അമലു, ഖിയാമത്തിനെ തൊട്ടുള്ള അശ്രദ്ധയുമാണ്. റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ, ഇമാം ബൈഹഖി ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
15-ാമത്തെ ഹദീസ്. ഈ ഹദീസോടുകൂടെ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 26-ാമത്തെ ഭാഗം അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി എന്നവരിൽ നിന്ന് നിവേദനം. അവർ പറയുകയാണ്, ദുനിയാവിലുള്ള സുഹൃത്ത്, പ്രപഞ്ച ത്യാഗം എന്ന് പറഞ്ഞാൽ അതെല്ലാം പരുക്കൻ വസ്ത്രം ധരിക്കലല്ല, ഉരമുള്ളത് ധരിക്കലുമല്ല. വലീല് എന്ന് പറയുമ്പോൾ നൂല് തന്നെ കട്ടിയുള്ള നൂല് കൊണ്ട് ഉണ്ടാക്കിയത്. ഹസ്ന് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശം അത് നെയ്തുണ്ടാക്കുന്ന സമയത്ത് ഒരു ഉരമുള്ള രീതിയിൽ മുടഞ്ഞ് ഉണ്ടാക്കിയത്. അത് രണ്ടും ധരിക്കലല്ല സുഹൃത്ത്. ദുന്യാവിൽ സുഹൃത്ത് എന്നാൽ അമൽ, ആഗ്രഹങ്ങളെ ചുരുക്കലാണ്, അത്യാഗ്രഹമില്ലാതിരിക്കലാണ് സുഹൃത്ത്. എന്ന കിതാബിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇതുപോലെയുള്ള ഉപദേശങ്ങൾ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതിനൊക്കെ പ്രതിഫലം നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സുഹൃത്തുക്കൾ, അവരുടെ ഒക്കെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.